ഹായ്, വേഗ സോളാറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സോളാർ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെ പറ്റിയായിരുന്നു. അതിലൊന്നാമതായി ഞങ്ങൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബില്ല്. രണ്ടാമതായി നമ്മൾ പറഞ്ഞിരുന്നത് സോളാർ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ വിജയകരമാവുമോ എന്നുള്ള കാര്യത്തിനെ പറ്റിയായിരുന്നു. മൂന്നാമതായി ഞങ്ങൾ പറഞ്ഞിരുന്നത് ഓൺ ഗ്രിഡ് ആണോ ഹൈബ്രിഡ് ആണോ ഓഫ് ഗ്രിഡ് ആണോ വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ, ഓൺ ഗ്രിഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതും നമുക്ക് ഉപയോഗിച്ചതിന് ബാക്കിയുള്ളത് KCBയിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷൻ എന്ന് പറയുന്നതും പെട്ടെന്ന് റിട്ടേൺ ബാക്ക് വരുന്നൊരു സൊല്യൂഷനും ഓൺ ഗ്രിഡ് തന്നെയാണ്. അതിനൊരു ഡീമെറിറ്റ് ഒന്നേ ഉള്ളൂ, നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ വീട്ടിലത്തേക്ക് പവർ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഓഫ് ഗ്രിഡ് എന്താ? ഈ ഓൺ ഗ്രിഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജിനെ ഓവർകം ചെയ്യുന്നതാണ് ഓഫ് ഗ്രിഡ്. കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പവർ ബാക്കപ്പ് ഉണ്ടാകും. പക്ഷേ അവിടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ്, നമുക്ക് ഗ്രിഡിലേക്ക് കറണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഹൈബ്രിഡിൽ നമുക്ക് ഓൺ ഗ്രിഡിൻ്റെയും ഓഫ് ഗ്രിഡിൻ്റെയും കോമ്പിനേഷനാണ് നമുക്ക് ഹൈബ്രിഡിലായിട്ട് വരുന്നത്. അപ്പോൾ ഓൺ ഗ്രിഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജും ഓഫ് ഗ്രിഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജും ഹൈബ്രിഡിൽ നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. ഓൺ ഗ്രിഡിൽ നമുക്ക് KCBയിലേക്ക് കറണ്ട് കൊടുക്കാൻ കഴിയുന്നത് പോലെ ഹൈബ്രിഡിലും നമുക്ക് KCBയിലേക്ക് കറണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഓഫ് ഗ്രിഡിൽ നമുക്ക് വീട്ടിൽ ബാറ്ററി ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഹൈബ്രിഡിലാണെങ്കിൽ നമുക്കൊരു ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് കൊടുക്കാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ളൊരു സൊല്യൂഷൻ ഹൈബ്രിഡാണ്. പക്ഷേ കോസ്റ്റ് വൈസ് വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഓൺ ഗ്രിഡും നമുക്ക് ബാക്കപ്പിനായിട്ട് ഒരു ഇൻവെർട്ടർ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിരിക്കും. ഇതുപോലുള്ള സോളാറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേഗ സോളാറിൻ്റെ ചാനൽ ഫോളോ ചെയ്യുക.